ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇപ്പൊ എന്താണ് ഈ ഇല്ലനിറ വല്ലനിറ? കേരളത്തിലെ കാർഷിക സംസ്കാരം ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഓണത്തിന് മുന്നേ ആയിട്ട് നടത്തുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഇല്ലനിറ വല്ലനിറ. ഐശ്വര്യവും സമൃദ്ധിയും വീടുകളിലേക്കും സമൂഹത്തിലേക്കും ആനയിക്കുക എന്നാണ് ഈ ആചാരത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയുടെ ആഗമനം. ഇപ്പൊ പഞ്ഞമാസമാണല്ലോ കർക്കിടകം. കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങമാസ സമൃദ്ധിയുടെ കാലമാണല്ലോ. അപ്പൊ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന നെൽക്കതിരുകളൊക്കെ ഭഗവാനും അല്ലെങ്കിൽ ഭഗവതിക്കും ഒക്കെ ആയിട്ട് സ്വന്തം ഭവനത്തിൽ പിന്നീട് സമർപ്പിക്കുന്ന ഒരു ആചാരമാണ്. അപ്പൊ ഈ നമുക്ക് ഈ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഒക്കെ ആരാണ് തരുന്നത്? ലക്ഷ്മി ദേവി. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നെൽക്കതിരുകളിൽ ധാന്യലക്ഷ്മിയാണ് വാഴുന്നത്. അപ്പം ഈ വിളവെടുത്ത നെൽക്കതിരുകൾ പൂജിച്ച് വീട്ടിൽ പൂജാമുറിയിലും പ്രവേശന കവാടത്തിലൊക്കെ വെക്കുന്നതോടുകൂടി വീടുകളിൽ ഒരിക്കലും പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടാകില്ലെന്നും എപ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്താണെന്നൊക്കെ നോക്കാം. കതിര് കൊയ്യൽ എന്നുള്ള ചടങ്ങാണ്. അപ്പൊ നമ്മൾ ശുദ്ധി പാലിച്ച് വ്രതശുദ്ധിയോടുകൂടി കർഷകരും ചിലയിടത്തൊക്കെ ശാന്തിക്കാരോട് ചേർന്നാണ് പാടത്ത് നിന്ന് കന്നി നെല്ലിന്റെ കതിരുകൾ കൊയ്തെടുക്കുന്നത്. അപ്പൊ ക്ഷേത്രത്തിലെ പൂജയാണ് അടുത്ത രണ്ടാമത്തെ ചടങ്ങ്. ഈ കൊയ്തെടുത്ത നെല്ലുകൾ അലങ്കരിച്ച വല്ലത്തിലും അല്ലെങ്കിൽ മുള കൊണ്ടുണ്ടാക്കി കുട്ടയിലും പാത്രങ്ങളിലും ഒക്കെ വാദ്യമേളങ്ങളുടെ അകമ്പൊടിയോടും താലപ്പൊലിയോടൊക്കെ കൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. അപ്പൊ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഈ കതിരുകൾ പ്രത്യേക പൂജകളും മന്ത്രോച്ചാരണങ്ങളും നടത്തി ശുദ്ധീകരിക്കുന്നു. പിന്നെ ഇല്ലം നിറയ്ക്കൽ ഗ്രഹങ്ങളിലേക്ക് എന്നുള്ള ചടങ്ങാണ് മൂന്നാമത്തേത്. അപ്പൊ ഈ പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഭക്തർ ഇല്ലനിറ വല്ലനിറ പത്തിയനിറ കോട്ടയനിറ എന്നൊക്കെ മന്ത്രിച്ച് അത് ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തിനനുസരിച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് നെൽക്കതിരുകളുമായി ആയിട്ട് വീടുകളിലേക്ക് മടങ്ങുന്നു. അങ്ങനെ പിന്നെ നാലാമത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കതിർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീടുകളിൽ കൊണ്ടുവരുന്ന നെൽക്കതിരുകൾ അലങ്കരിച്ച് പൂജാമുറി, വീടിന്റെ പ്രധാനപ്പെട്ട വാതിൽ, പത്തായം, കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് മുകളിൽ ഒക്കെ ചാർത്തുന്നു. അടുത്ത വർഷത്തെ ഇല്ലനിറ വരെ അത് നിലനിർത്താറുമുണ്ട്. അപ്പൊ പ്രകൃതിയോടും കൃഷിയോടുമുള്ള നന്ദി പ്രകാശനവും വരാനിരിക്കുന്ന ഈ വർഷത്തെ സമൃദ്ധിക്കായിട്ടുള്ള പ്രാർത്ഥനയുമാണ് ഈ ആചാരത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ പ്രത്യേകം ഇത് ചില സമുദായങ്ങൾക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അങ്ങനെ നെല്ല് ആചാരപരമായി കൊയ്ത് പുതിയ കതിരുകളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ട്. ആ എഴുന്നള്ളിപ്പിനെ സ്വീകരിച്ച് ഒരു സ്വീകരിച്ച് അവിടെ ഗോപുരവാതിൽക്ക് എത്തുന്നു. അവിടെ നിന്ന് അത് പുണ്യാഹമൊക്കെ തളിച്ച് അവിടെ നിന്ന് കീഴ്ശാന്തിമാരൊക്കെ ആയിട്ട് അത് പിന്നെ അകത്തേക്ക് ആനയിക്കുന്നു. കുടമരച്ചൂട്ടിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മേൽശാന്തി ഗുരുവായൂരപ്പനെ പുറത്തേക്ക് ആവാഹിക്കുന്നു. അങ്ങനെ ആ നെൽക്കതിര് ിലേക്ക് ലക്ഷ്മി നാരായണ പൂജ നടത്തി ലക്ഷ്മി ദേവിയെ ആവാഹിക്കുന്നു. അങ്ങനെ പിന്നീട് അത് ഭക്തർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് വീടുകളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നു. അപ്പൊ ഇത് അന്ന് ഗുരുവായൂരപ്പന്റെ ആ ഒരു കൃപാകടാക്ഷങ്ങളോ ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയും നമ്മളുടെ വീടുകളിൽ ഒരു വർഷത്തേക്ക് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ദാരിദ്ര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പൊ നിങ്ങള് ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുക. അല്ലാത്തവർ ഇതിന്റെ പ്രസാദം കിട്ടിയവരുടെ നിന്ന് വാങ്ങിക്കുക. എങ്ങനെയായാലും നമ്മൾ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ലക്ഷ്മി ദേവിയും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് എവിടെ കൃഷ്ണനുണ്ടോ അവിടുന്ന് ലക്ഷ്മി ദേവി ഒരിക്കലും വിട്ടുപോകില്ല. അല്ലാത്തടത്ത് ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അസ്ഥിരയാണ്. അതുകൊണ്ട് ഒരിക്കലും ഉറച്ചൊരു സ്ഥലത്ത് നിൽക്കില്ല. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ സദാ ഐശ്വര്യം കൂടിയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും എന്താണ് ഈ പുതുവർഷം പ്രമാണിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, അത് പ്രചരിപ്പിക്കുക. അപ്പൊ അങ്ങനെ സദാ ഭഗവാൻ നമ്മളുടെ കൂടെ വിരാജിക്കുന്നതാണ്. ഒപ്പം തന്നെ ലക്ഷ്മി ദേവിയും സദാ നമ്മളെ വിട്ടുപോകില്ല. അപ്പം എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ. അതുപോലെ തന്നെ ഇല്ലനിറ വല്ലനിറ ആശംസകളും. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ ഓണത്തിന്റെ വരവുമായി അപ്പൊ എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ഭഗവാൻ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരി ബോൾ.